നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ട്രംപിന് ഏതു വിധേനയും പണി കൊടുക്കാൻ തന്നെയാണ് മോദി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത്. അതിനെ ചൈനയെ കൂട്ടുപിടിച്ചിട്ടാണെങ്കിലും ട്രംപിന് കൊടുക്കേണ്ട പണി കൃത്യമായി കൊടുക്കുമെന്ന് തന്നെയാണ് മോദി ഇപ്പോൾ വിളിച്ചു പറയുന്നത്. അമേരിക്കയുടെ പിഴ തീരുവയ്ക്കിടയിലും റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങിക്കൂട്ടുകയാണ് ഇന്ത്യ. ഓഗസ്റ്റിൽ 290 കോടി യൂറോയുടെ ഏകദേശം 30,000 കോടി രൂപയുടെ അസംസ്കൃത എണ്ണയാണ് റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങിയത്. ചൈനയുടെ 310 കോടി യൂറോയുടെ അതായത് 32,000 കോടി രൂപയുടെ ഇറക്കുമതിക്ക് അടുത്തേക്ക് ഒരു പടി കൂടി അടുക്കുകയും ചെയ്തു. ഹെൽസിൻകി ആസ്ഥാനമായുള്ള സെന്റർ ഫോർ റിസർച്ച് ഓൺ എനർജി ആൻഡ് ക്ലീൻ എയർ ആണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് തയ്യാറാക്കിയത്. ജൂലൈയിൽ 270 കോടി യൂറോയുടെ അസംസ്കൃത എണ്ണയായിരുന്നു ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിയിരുന്നത്. ചൈന 410 കോടി യൂറോയുടെയും ചൈനയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി കുറഞ്ഞപ്പോൾ ഇന്ത്യയുടേത് ഓഗസ്റ്റിൽ കൂടിയതായാണ് കണക്ക്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തണമെന്ന അമേരിക്കൻ സമ്മർദ്ദത്തിനിടയിലാണ് ഇതെന്നും ശ്രദ്ധേയമാണ്. ഇതിനായി ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് എത്തിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക 25% പിഴ തീരുവ ചുമത്തുകയും ചെയ്തിരുന്നു. തന്ത്രപ്രധാനമായ കരുതൽ ശേഖരണത്തിലേക്കാണ് ചൈന കൂടുതലും റഷ്യൻ എണ്ണ വാങ്ങിക്കൂട്ടുന്നത്. എന്നാൽ ഇന്ത്യ വിപണിക്ക് വേണ്ടിയാണ് ഇറക്കുമതി ചെയ്യുന്നത്. ഇന്ത്യയിൽ സംസ്കരിച്ച കമ്പനികൾ വിദേശ രാജ്യങ്ങളിലേക്ക് ഡീസലും പെട്രോളും കയറ്റുമതി ചെയ്യുന്നുമുണ്ട്. ഓഗസ്റ്റിൽ റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ അസംസ്കൃത എണ്ണ വാങ്ങിയത് ചൈനയാണ്. അതേസമയം റഷ്യയിൽ നിന്ന് വാതകവും എണ്ണ ഉൽപ്പന്നങ്ങളും കൂടുതൽ വാങ്ങിയത് തുർക്കിയും. അസംസ്കൃത എണ്ണ കൂടാതെ 51 കോടി യൂറോയുടെ ഈ കൽക്കരിയും 28.2 കോടി യൂറോയുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങളും ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിയതായും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇന്ത്യക്ക് മേൽ ഇരട്ട തീരുവ പ്രഖ്യാപിച്ചത് വലിയ ഭിന്നതയ്ക്ക് ഇടയാക്കിയെന്ന് തുറന്നു സമ്മതിച്ച അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും രംഗത്ത് വന്നു. 50% താരിഫ് ചുമത്തിയത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ തർക്കത്തിലേക്ക് നയിച്ചുവെന്നും ആ തീരുമാനം എടുക്കുന്നത് എളുപ്പമായിരുന്നില്ല എന്നും ട്രംപ് വ്യക്തമാക്കി. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനാണ് തീരുവ ചുമത്തിയത് എന്നും ഒരു അഭിമുഖത്തിൽ ട്രംപ് വ്യക്തമാക്കി. ഇന്ത്യ റഷ്യയുടെ ഏറ്റവും വലിയ ഉപഭോക്താവായിരുന്നു. അവർ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനാലാണ് ഞാൻ ഇന്ത്യക്ക് മേൽ 50% തീരുവ ചുമത്തിയത്, ട്രംപ് അഭിമുഖത്തിൽ വ്യക്തമാക്കി. അതേസമയം ഇരട്ട തീരുവ പിൻവലിക്കുമെന്ന ഒരു സൂചനയും ട്രംപ് നൽകിയിട്ടുമില്ല. ഇന്ത്യയുമായുള്ള വ്യാപാര തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ചർച്ചകൾ അമേരിക്ക തുടരുകയാണെന്നും ആഴ്ചകൾ നീണ്ട നയതന്ത്ര ചർച്ചകൾക്ക് ശേഷം താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിക്കുമെന്നും US പ്രസിഡന്റ് പറഞ്ഞു. ഇന്ത്യക്ക് മേൽ ചുമത്തിയ അധിക തീരുവ ചെറിയൊരു തടസ്സമാണെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. ഉക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാത്തതിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോടുള്ള തന്റെ ക്ഷമ നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും ട്രംപ് പറഞ്ഞു. പുടിനുമായി വളരെ കാലമായി നല്ല ബന്ധമുണ്ട്. എന്നാൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടതിൽ നിരാശനാണ്. ഇക്കാര്യത്തിൽ അമേരിക്ക ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടി വരുമെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം ഇന്ത്യയിലെ അമേരിക്കൻ അംബാസിഡറായി ട്രംപ് നാമനിർദ്ദേശം ചെയ്ത സെർജിയോ ഗോർ അടുത്തയാഴ്ച ഇന്ത്യയുടെ വാണിജ്യ മന്ത്രി വാഷിംഗ്ടൺ സന്ദർശിക്കുമ്പോൾ കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഞങ്ങളിൽ നിന്ന് അകറ്റുന്നില്ല എന്ന് ഉറപ്പാക്കുന്നതിന് മുൻഗണന നൽകുമെന്ന് സെർജിയോ ഗോർ വ്യക്തമാക്കി. മറ്റ് നേതാക്കളെ വിമർശിക്കുന്നതിൽ മടിയില്ലാത്ത ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയെ വ്യക്തിപരമായി ആക്രമിച്ചിട്ടില്ലെന്ന് ഗോർ ചൂണ്ടിക്കാട്ടി.